Second year business studies in the online class like Swagada. Tamilivide in the Pudia chapter and Vadikinada staffing. And then staffing. The features, importance, steps a can number Padikina. And then staffing and a simple meaning in the staffing means filling various positions in an organization. What is Tabanatile? Various position filling and endorine. Staffing in our manning various positions in an organ. Or candidates in a members in a workers in a manchi and the manchi and manning appoint manning various positions in an order. Stabanatile, pala positional emblendia, filling. Filling various positions in an organization. Workers in appoint chain, staff in appoint chain. The process of appointing staff is called staffing. Workers in staff in appoint chain, staffing in simple. Simple meaning in filling various positions in an organization or manning various positions in an organization. Ini adinte oru definition namukku nokka. Endana definition? The managerial function of staffing involves managerial function ആയ staff അപ്പം നമ്മൾ ഏതൊക്കെ ഫംഗ്ഷൻ പഠിച്ചേ planning organize രണ്ട് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ ഫംഗ്ഷൻ ആണ് staffing. ഇവിടെ human resources ആണ് staffingൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. The managerial function of staffing involves managerial function ആയ staffing ൽ എന്താണ് ഇൻവോൾവ് ചെയ്യുന്നത്? Manning the organization structure. ആ ഓർഗനൈസേഷൻ ഒരു സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചറിലെ പൊസിഷൻ ഉണ്ട്. ഇതിനെ മാൻ ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുക. പൊസിഷനുകൾ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നു. ത്രൂ പ്രോപ്പർ ആൻഡ് ഇഫക്റ്റീവ് സെലക്ഷൻ, അപ്രൈസൽ ആൻഡ് ഡെവലപ്മെന്റ്. എങ്ങനെയാണ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രോപ്പറായിട്ടും ഇഫക്റ്റീവായിട്ടും അവരെന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു, അവരെ തിരഞ്ഞെടുക്കുകയും അപ്രൈസൽ വിലയിരുത്തുകയും ആൻഡ് ഡെവലപ്മെന്റ് അവരെ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അവരെ കണ്ട് സെലക്ട് ചെയ്ത് അവരെ വിലയിരുത്തി അവരെ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നു. ഓ പേഴ്സണൽ ടു ഫിൽ ദ റോൾസ് ഡിസൈൻഡ് ഇൻ ടു ദി സ്ട്രക്ചർ. ആ സ്ഥാപനത്തിലെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചറിലെല്ലാം പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ എല്ലാം ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇഫക്റ്റീവായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് എന്ത് ചെയ്യുക? അപ്രൈസൽ നടത്തുന്ന, അതായത് സെലക്ഷൻ, അപ്രൈസൽ ആൻഡ് ഡെവലപ്മെന്റ്, ഈ മൂന്ന് പ്രോസസ്സിലൂടെയും ആൾക്കാരെ നമ്മൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക? അവരെ ഈ വേക്കൻസികളിൽ എന്ത് ചെയ്യുന്നു? ഫില്ല് ചെയ്യുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാഫിംഗ് എന്നതിന്റെ ഒരു ഡെഫിനിഷൻ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞ എന്താണ്? ദ മാനേജറിയൽ ഫംഗ്ഷൻ ഓഫ് സ്റ്റാഫിംഗ് ഇൻവോൾവ്സ്. മാനേജറിയൽ ഫംഗ്ഷൻ ആയ സ്റ്റാഫിംഗിൽ എന്താണ് ഇൻവോൾവ് ചെയ്യുന്നത്? മാനിങ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ആ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ എന്ത് ചെയ്യുന്നു? അപ്പോയിന്റ്മെന്റ് നടത്തുന്നു. ത്രൂ പ്രോപ്പർ ആൻഡ് ഇഫക്റ്റീവ്, എന്തിലൂടെ? പ്രോപ്പറും ഇഫക്റ്റീവ് ആയിട്ടുള്ള സെലക്ഷൻ, അപ്രൈസൽ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ. വ്യക്തികളെ നമ്മൾ സെലക്ട് ചെയ്യും, വിലയിരുത്തുന്നു, അപ്രൈസൽ നടത്തുന്നു ആൻഡ് ഡെവലപ്മെന്റ്. ടു ഫിൽ ദ റോൾസ് ഡിസൈൻഡ് ഇൻ ടു ദ സ്ട്രക്ചർ. ആ സ്ഥാപനത്തിലെ സ്ട്രക്ചറിൽ ഏതൊക്കെ റോളുകളാണ്, അവർക്ക് എന്തൊക്കെ പൊസിഷനാണ് കൊടുത്തത്, ആ പൊസിഷൻ എല്ലാം ഫില്ല് ചെയ്യുന്നതിനാണെന്ന് പറഞ്ഞ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നു. അപ്പൊ സ്റ്റാഫിംഗ് എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് മീനിങ് നമ്മൾ എന്താ പറഞ്ഞേ? ഫില്ലിംഗ് വേരിയസ് പൊസിഷൻസ് ഇൻ ആൻ ഓർഗനൈസേഷൻസ് ഓർ ഫില്ലിംഗ് വേരിയസ് വേക്കൻസീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഓർ മാനിങ് വേരിയസ് പൊസിഷൻസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്ത്? ഒരു സ്ഥാപനത്തിൽ സ്റ്റാഫിനെ നിയമിക്കുന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ. ഫസ്റ്റ് വൺ, കോമ്പിറ്റന്റ് പേഴ്സണൽ. ഇവിടെ വർക്കേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്ത് അപ്രൈസൽ നടത്തി ഡെവലപ്മെന്റിലൂടെ, അപ്പം വർക്കേഴ്സിനെ സെലക്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും ഒക്കെ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. അല്ലെ ഒരു സ്ഥാപനത്തിൽ മാനേജേഴ്സ് ആയിട്ട് അല്ലെ സ്റ്റാഫായിട്ട് നിയമിക്കുമ്പോൾ അവിടെ എന്താണ്? കോമ്പിറ്റന്റ് പേഴ്സൺ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ നമുക്ക് അവിടെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്നു. അല്ലെ നമുക്ക് വേണ്ടുന്ന ഏത് ക്വാളിഫിക്കേഷനുള്ള അല്ലെ ഏത് പൊസിഷനുള്ള ആൾക്കാരെയാണോ വേണ്ടത് അതാത് പൊസിഷനുള്ള ആൾക്കാരെ നമുക്ക് കിട്ടുന്നതാണ് കോമ്പിറ്റന്റ് പേഴ്സണൽ. നെക്സ്റ്റ്, ഹയർ പെർഫോമൻസ്. ഇനി ഈ ഇവരുടെ സ്റ്റാഫിന്റെ പെർഫോമൻസോ
ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ് എന്ന യഥാർത്ഥ പൊസിഷനിൽ യഥാർത്ഥ ആളിനെ നിയമിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്ററെ വേണ്ടെടുത്ത് ആ കമ്പ്യൂട്ടർ പഠിച്ച ആളിനെ തന്നെ നമ്മൾ നിയമിക്കുമ്പോൾ അവിടെ എന്താണ് ഹയർ പെർഫോമൻസ്, അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ സ്റ്റാഫിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? വർക്കേഴ്സിനെ അതാത് ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ് എന്ന അതാത് പൊസിഷൻ അതാത് ആൾക്കാരെ നമുക്ക് നിയമിക്കാൻ പറ്റുന്നു. ഹയർ പെർഫോമൻസ്. നെക്സ്റ്റ് സർവൈവൽ ആൻഡ് ഗ്രോത്ത്. ഇനി ആ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കും അതിന്റെ നിലനിൽപ്പിനും എന്ത് സഹായിക്കുന്നു? സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് നമുക്കറിയാമല്ലോ, ഒരു സ്ഥാപനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? വർക്കേഴ്സ് ആണ്. വർക്കേഴ്സ് ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ വർക്കേഴ്സിനെ നമ്മൾ കൂടുതലായിട്ട് നിയമിക്കില്ല, ഓവർ ആവുകയും ചെയ്യരുത്, ഷോർട്ടേജും വരരുത്. നമ്മൾ അതിനെ ഒരു വേണ്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പം സർവൈവൽ ഉണ്ട് ആ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക്. ഭാവിയിൽ അതായത് എത്ര കാലം എത്ര നാൾ ഈ ബിസിനസ് ഉണ്ടോ അത്രയും കാലം എന്ത് വേണം? വർക്കേഴ്സിനെ വേണം. അപ്പം അതിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും എന്ത് വേണം? സ്റ്റാഫിങ് അത്യാവശ്യമാണ്. നെക്സ്റ്റ് ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സ് ആണല്ലോ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹ്യൂമൻ റിസോഴ്സസിനെ ഓവർ ആയിട്ടോ അല്ലെ ഷോർട്ടേജ് കുറച്ചോ കാണിക്കാതെ അതിനെ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം. എന്നാൽ കൂടുതൽ സ്റ്റാഫ് ആവരുത്, കുറയുമാരുത്. ആ രീതിയിൽ കൊണ്ടുവന്നതാണ് ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. മനുഷ്യ വിഭവങ്ങളെ നമ്മൾ കൂടുതലോ അല്ലെ കുറവോ ആകാതെ അതിനെ ഒരു ന്യൂട്രൽ കൊണ്ടുപോകുക. അതാണ് ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഇനി ഈ വർക്കേഴ്സിൽ എന്തുണ്ടാവുന്നു? ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നു. കാരണം അവരെ സെലക്ട് ചെയ്ത് അപ്രൈസലും ട്രെയിനിങ്ങും ഡെവലപ്മെന്റും എല്ലാം കൊടുത്ത് അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ കൊടുത്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ സ്റ്റാഫിംഗ് നടത്തിയാൽ ഒരു വർക്കേഴ്സിനെ അപ്പോയിന്റ് ചെയ്താൽ അവർക്ക് ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് മാത്രമല്ല, അവർക്ക് റിവാർഡ്സും നല്ല രീതിയിൽ കൊടുക്കുന്നു, നല്ല ഇൻസെന്റീവ്സ് കൊടുക്കുന്നു. ഇതിലൂടെ അവർക്ക് എന്ത് കിട്ടുന്നു? ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അപ്പം സ്റ്റാഫിംഗ് ഉള്ളതുകൊണ്ടുള്ള മറ്റൊരു പ്രാധാന്യം എന്താണ്? ജോബ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ് എന്തൊക്കെയാണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് കോമ്പീറ്റന്റ് പേഴ്സണൽ, സെക്കൻഡ് ഹയർ പെർഫോമൻസ്, third survival and growth, next optimum utilization of human resources, last one job satisfaction. അപ്പൊ ഇത്രയൊക്കെയാണ് ഒരു സ്ഥാപനത്തില് അതാത് പൊസിഷന് വർക്കേഴ്സിനെ നിയമിച്ചാൽ അല്ലെ സ്റ്റാഫിനെ നിയമിച്ചാലുള്ള പ്രാധാന്യമാണ് ഈ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ്? സ്റ്റാഫിംഗ് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു, കൂടാതെ അതിന്റെ ഇമ്പോർട്ടൻസും പറഞ്ഞു. എന്തായിരുന്നു? സിംപ്ലി മീൻ manning various positions in an organization. എന്താണ് അതിന്റെ ഡെഫിനിഷൻ ഒന്നുകൂടെ പറയാം. The managerial function of staffing involves manning the organizational structure through proper and effective എന്തൊക്കെയാണ്? selection, appraisal and development of personnel to fill the roles designed into the structure. Importance എന്തൊക്കെയാ പറഞ്ഞേ? competent personnel, higher performance, survival and growth, optimum utilization of human resources, and last job satisfaction. Next we have to study about the features of staffing. Staffing ന്റെ features ആണ് നമുക്ക് അടുത്ത് പഠിക്കാൻ. എന്തൊക്കെയാണെന്ന് നോക്കാം one by one ആയിട്ട്. First one, important managerial function. Staffing എന്താന്ന് പറയാ? important മാനേജ്മെന്റ് ഫംഗ്ഷന്റെ അല്ലെ മാനേജറിയൽ ഫംഗ്ഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫംഗ്ഷൻ ആണ് സ്റ്റാഫിംഗ് എന്ന് പറയാം. കാരണം എന്താ? ഇറ്റ്സ് എ ഹ്യൂമൻ ബീങ്, ഹ്യൂമൻ റിസോഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അല്ലെ. എല്ലാ മാനേജറിയൽ ഫംഗ്ഷനുകളും സ്റ്റാഫിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ്, വെരി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയാം. കാരണം മറ്റു ഫംഗ്ഷനുകളെല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് പെർവാസീവ് ആക്ടിവിറ്റി. എന്താണ് പെർവാസീവ് എന്ന് പറഞ്ഞാൽ? സ്പ്രെഡ് ചെയ്യുന്നത്, സർവ്വവ്യാപിയായിട്ട് എല്ലാ ലെവലിലും എല്ലാ ഓർഗനൈസേഷനിലും എന്തുണ്ട്? സ്റ്റാഫിംഗ് ഉണ്ട്. എല്ലാ ലെവലുകളിലും, മാനേജ്മെന്റിന്റെ എല്ലാ ലെവലുകളിലും അതുപോലെ എല്ലാ ഓർഗനൈസേഷനിലും സ്റ്റാഫിംഗ് ഉണ്ടാവുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പെർവാസീവ് ആക്ടിവിറ്റി എന്ന് പറയാം. പെർവാസീവ് വെച്ചാൽ സർവ്വവ്യാപി എന്നാണ്. നെക്സ്റ്റ് കണ്ടിന്യൂസ് ആക്ടിവിറ്റി. ഇനി സ്റ്റാഫിംഗ് എന്ത് ആക്ടിവിറ്റിയാണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ടിവിറ്റി. അതായത് എന്നും ബിസിനസ് എൻഡ് ചെയ്യുന്നു അതുവരെ സ്റ്റാഫിംഗ് എന്ന പ്രോസസ് ഉണ്ട്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി. റിലേറ്റഡ് ടു ഹ്യൂമൻ ബീയിങ്സ്. സ്റ്റാഫിംഗ് എന്തുമായിട്ട് ബന്ധമാണ്?
ഹ്യൂമൻ ബീയിങ്ങുമായിട്ട്, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? റിലേറ്റഡ് ടു ഹ്യൂമൻ ബീയിങ്സ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ പ്ലേസ്മെന്റ് ആണ്. എന്താണ് പ്ലേസ്മെന്റ്? അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളത്. ഇത് ഇവിടെ എന്താ, എങ്ങനെയാ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? ആ സ്റ്റാഫിങ്ങിന്റെ മോട്ടോ തന്നെ എന്താണ്? ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ് ആണ്. യഥാർത്ഥ വ്യക്തിയെ യഥാർത്ഥ പൊസിഷനിൽ നിയമിക്കുക. ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ്, ദാറ്റ് ഈസ് ദ മോട്ടോ ഓഫ് സ്റ്റാഫിംഗ്, ദാറ്റ് മീൻസ് പ്ലേസ്മെന്റ്. അപ്പൊ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നോക്കാവുന്നൂടെ? ഇമ്പോർട്ടന്റ് മാനേജീരിയൽ ഫംഗ്ഷൻ. ഫസ്റ്റ് ഫീച്ചർ എന്താണ്? ഇത് സ്റ്റാഫിംഗ് എന്താണ്? ഇമ്പോർട്ടന്റ് മാനേജീരിയൽ ഫംഗ്ഷൻ. ഇറ്റ്സ് പെർവാസീവ് ആക്ടിവിറ്റി. എല്ലാ ലെവലുകളിലും എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ട് പെർവാസീവ് ആക്ടിവിറ്റി. കണ്ടിന്യൂസ് ആക്ടിവിറ്റി, ഇത് തുടർച്ചയായ പ്രക്രിയ, ഒരു ആക്ടിവിറ്റിയാണ്, പ്രവൃത്തിയാണ്. കാരണം ഇത് ബിസിനസ് എന്ന് എൻഡ് ചെയ്യുന്നു അതുവരെ എന്തുണ്ട്? സ്റ്റാഫിംഗ് ഉണ്ട്. റിലേറ്റഡ് ടു ഹ്യൂമൻ ബീയിങ്സ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് ദ സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒരു പാർട്ടാണ്. ദെൻ പ്ലേസ്മെന്റ്, എന്താണ് പ്ലേസ്മെന്റ്? ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ്. നെക്സ്റ്റ് ദ ജോബ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഈസ് എന്താണ്? സ്റ്റാഫിംഗ്, ദ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് എന്ത്? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ റിക്രൂട്ട്മെന്റ്. എന്താണ് റിക്രൂട്ട്മെന്റ്? നമ്മൾ കേട്ടിട്ടുണ്ട്, എല്ലായിടത്തും കേൾക്കുന്നതാണ്, എപ്പോഴും കേൾക്കുന്നതാണ്. എന്താണ് റിക്രൂട്ട്മെന്റ്? സെർച്ചിങ് ഫോർ ക്വാളിഫൈഡ് എംപ്ലോയീസ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സെർച്ച് ചെയ്യുന്നതിന് എന്ത് പറയുന്നത്? റിക്രൂട്ട്മെന്റ്. നെക്സ്റ്റ് അനലൈസിങ് ജോബ് ആൻഡ് കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട്. ഇനി ജോലിയെ നമ്മൾ അനലൈസ് ചെയ്ത് വിശകലനം ചെയ്യുന്നു, അതിനെ മനസ്സിലാക്കുന്നു. ആൻഡ് കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് ജോബ്, ആ ജോലിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്നു. അപ്പൊ ജോലിയെ അനലൈസ് ചെയ്യുകയും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും ചെയ്യും. 3 ഡെവലപ്പിംഗ് കോമ്പൻസേഷൻ ആൻഡ് ഇൻസെന്റീവ് പ്ലാൻ. ഇനി എന്ത് ചെയ്യുന്നു? കോമ്പൻസേഷൻ, എന്തൊക്കെ കോമ്പൻസേഷൻ ആണ് കൊടുക്കേണ്ടത്, അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെ എന്ത് കോമ്പൻസേഷൻ ആണ് അവർക്ക് കൊടുക്കേണ്ടത്, അതിനെ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻസെന്റീവ് പ്ലാൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു. അപ്പൊ ഡെവലപ്പിംഗ് കോമ്പൻസേഷൻ ആൻഡ് ഇൻസെന്റീവ് പ്ലാൻ. നെക്സ്റ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എംപ്ലോയീസ്. ഇനി വർക്കേഴ്സിന് എന്ത് കൊടുക്കണം? ട്രെയിനിങ്ങും ഡെവലപ്മെന്റ്, ട്രെയിനിങ്ങും പരിശീലനവും അതുപോലെ അവരുടെ വികസനവും, ഇത് രണ്ടും നമ്മൾ ഉറപ്പുവരുത്തണം. ഇതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ്. ഈ 4 എണ്ണം ഏതൊക്കെയാണ് പറഞ്ഞ? ആദ്യത്തെ 4 എണ്ണം റിക്രൂട്ട്മെന്റ്, അനലൈസിങ് ജോബ്സ് ആൻഡ് കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് ജോബ്, ഡെവലപ്പിംഗ് കോമ്പൻസേഷൻ ആൻഡ് ഇൻസെന്റീവ് പ്ലാൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എംപ്ലോയീസ്. 4 പോയിന്റ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? റിക്രൂട്ട്മെന്റ്, അനലൈസിങ് ജോബ് ആൻഡ് കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് ജോബ്, ഡെവലപ്പിംഗ് കോമ്പൻസേഷൻ ആൻഡ് ഇൻസെന്റീവ് പ്ലാൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എംപ്ലോയീസ്. 5th പോയിന്റ് മെയിൻറ്റെയിനിങ് ലേബർ യൂണിയൻ ആൻഡ് മാനേജ്മെന്റ് റിലേഷൻ. 5ാമത്തെ പോയിന്റ് ലേബർ യൂണിയനും മാനേജ്മെന്റും തമ്മിൽ ഒരു നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ലേബർ യൂണിയനും മാനേജ്മെന്റും നല്ല റിലേഷൻ ഉണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. സമരങ്ങളോ അല്ലെ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതെ ആ സ്ഥാപനം കാര്യക്ഷമതയോടെ മുന്നോട്ട് പോകും. അപ്പോൾ മെയിൻറ്റെയിനിങ് ലേബർ യൂണിയൻ ആൻഡ് മാനേജ്മെന്റ് റിലേഷൻ, അവരുടെ തമ്മിലുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഹാൻഡ്ലിങ് ഗ്രിവൻസസ് ആൻഡ് കംപ്ലൈൻസ്. ഇനി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഗ്രിവൻസസോ കംപ്ലൈൻസോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനും സഹായിക്കുന്നു. ഹാൻഡ്ലിങ് ഗ്രിവൻസസ് ആൻഡ് കംപ്ലൈൻസ്. നെക്സ്റ്റ് പ്രൊവൈഡിങ് ഫോർ സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് വെൽഫെയർ മെഷേഴ്സ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന് സാമൂഹിക സുരക്ഷ, അതുപോലെ തന്നെ അവർക്ക് വെൽഫെയർ മെഷേഴ്സും എല്ലാം നൽകുന്നതിന് ഏത് സഹായിക്കുന്നു? ഈ സ്റ്റാഫിംഗ് അല്ലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സഹായിക്കുന്നു. പ്രൊവൈഡിങ് ഫോർ സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് വെൽഫെയർ മെഷേഴ്സ് ഓഫ് എംപ്ലോയീസ്. ലാസ്റ്റ് വൺ ഡിഫെൻഡിങ് കമ്പനി ഇൻ ലോ സ്യൂട്ട്സ്. ഇനി എന്തെങ്കിലുമൊക്കെ വ്യവഹാരങ്ങൾ ഉണ്ടാവുമ്പോൾ, നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കമ്പനിക്ക് വേണ്ടി നിലകൊള്ളുക. ഇതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി. ഇപ്പൊ എന്തൊക്കെയായിരുന്നു നമുക്ക് ഒന്നുകൂടെ പറയാം. റിക്രൂട്ട്മെന്റ്, സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്. അനലൈസിങ് ജോബ് ആൻഡ് കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് ജോബ്. ജോബിനെ വിശകലനം ചെയ്യുകയും ആ ജോബിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു, അല്ലെ കളക്ട് ചെയ്ത് മനസ്സിലാക്കുന്നു. ഡെവലപ്പിംഗ് കോമ്പൻസേഷൻ ആൻഡ് ഇൻസെന്റീവ് പ്ലാൻ. ഇനി കോമ്പൻസേഷൻ ഡെവലപ്പ് ചെയ്യുക,
കൂട്ടിക്കൊടുക്കാനും ഇൻസെന്റീവ് പ്ലാൻസ് തയ്യാറാക്കുന്നു. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എംപ്ലോയീസ്, വർക്കേഴ്സിന് ട്രെയിനിങ്, പരിശീലനവും അവരുടെ വളർച്ചയ്ക്കും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. മെയിൻറ്റെയിനിങ് ലേബർ യൂണിയൻ ആൻഡ് മാനേജ്മെന്റ് റിലേഷൻ, മാനേജ്മെന്റും ലേബർ യൂണിയനും തമ്മിൽ ഒരു നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഹാൻഡ്ലിങ് ഗ്രിവൻസസ് ആൻഡ് കംപ്ലൈൻസ്, ഗ്രിവൻസസ് ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നു. അതുപോലെ പ്രൊവൈഡിങ് ഫോർ സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹിക സുരക്ഷയും ആൻഡ് വെൽഫെയർ മെഷേഴ്സും, എംപ്ലോയീസിന് വെൽഫെയർ മെഷേഴ്സും എടുക്കുന്നു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ഏതാണ്? ഡിഫെൻഡിങ് കമ്പനി ഇൻ ലോ സ്യൂട്ട്സ്, നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കമ്പനിക്ക് വേണ്ടി നിലകൊള്ളുകയും എന്ത് ചെയ്യുന്നു? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ ഈ 8 പോയിന്റുകളാണ് എന്ത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡ്യൂട്ടി. നെക്സ്റ്റ് ടോപ്പിക് സ്റ്റാഫിംഗ് പ്രോസസ്. അടുത്ത ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാഫിംഗ് പ്രോസസ്. എന്തൊക്കെയാണ് സ്റ്റാഫിങ്ങിന്റെ പ്രോസസ് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെന്റ്സ്. ഒരു സ്ഥാപനത്തിൽ സ്റ്റാഫിംഗ് നടത്തുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് മാൻ പവർ റിക്വയർമെന്റ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യാം. ആ സ്ഥാപനത്തിലെ ദ നമ്പർ ആൻഡ് കൈൻഡ് ഓഫ് പേഴ്സണൽ റിക്വയർഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൽ ആവശ്യമായിട്ടുള്ള വർക്കേഴ്സിന്റെ എണ്ണവും അതിന്റെ തരവും ഏത് ടൈപ്പാണ്, ഇതിന്റെ ഇതിന്റെ എസ്റ്റിമേഷനെ നമുക്ക് എന്ത് പറയാം? ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെന്റ്സ്, ഒരു സ്ഥാപനത്തിൽ ആവശ്യമായിട്ടുള്ള വർക്കേഴ്സിന്റെ എണ്ണവും അതിന്റെ തരവും എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റാഫിങ്ങിന്റെ ഫസ്റ്റ് പ്രോസസ്സ്. സെക്കൻഡ് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മൾ മുമ്പേ പഠിച്ചു, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിച്ചപ്പോൾ പഠിച്ചു റിക്രൂട്ട്മെന്റ്. എന്താണ്? സെർച്ചിങ് ഫോർ ക്വാളിഫൈഡ് എംപ്ലോയീസ്, വർക്കേഴ്സിന്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യും? സെർച്ച് ചെയ്തെടുക്കുന്നതിന് എന്താ പറയുന്നത്? റിക്രൂട്ട്മെന്റ്. ഇറ്റ്സ് എ പോസിറ്റീവ് പ്രോസസ്. ഓൾ ദ മെമ്പേഴ്സ് ആർ സെലക്ടഡ്, എല്ലാവരെയും ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് എ പോസിറ്റീവ് പ്രോസസ്. നെക്സ്റ്റ് സെലക്ഷൻ ആണ്. ചൂസിങ് ദ റൈറ്റ് പേഴ്സൺ ഫോർ ദ റിക്വയർഡ് ജോബ്. നമുക്ക് ആവശ്യമുള്ള ജോലിക്ക് വേണ്ടുന്ന യഥാർത്ഥ വ്യക്തിയെ സെലക്ട് ചെയ്യുന്നതിന്, ചൂസ് ചെയ്യുന്നതിന് എന്താ പറയും? സെലക്ഷൻ. ഇറ്റ് ഇസ് എ നെഗറ്റീവ് പ്രോസസ്. ദാറ്റ് മീൻസ് എല്ലാ ആപ്ലിക്കേഷനും സ്വീകരിക്കുമ്പോൾ റിക്രൂട്ട്മെന്റ് പോസിറ്റീവ് ആണ്. അതിൽ നിന്ന് കുറച്ചുപേരെ റിജക്ട് ചെയ്യുകയും കുറച്ചുപേരെ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് പറയാം? ഇത് നെഗറ്റീവ് പ്രോസസ് എന്ന് പറയും. ഇപ്പൊ റിക്രൂട്ട്മെന്റ് പോസിറ്റീവ് പ്രോസസ്സും സെലക്ഷൻ നെഗറ്റീവ് പ്രോസസ്സും. ഫോർത്ത് പ്രോസസ് പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ. എന്താണ് പ്ലേസ്മെന്റ്? അപ്പോയിന്റിങ് ദ പൊസിഷൻ. ആ പൊസിഷനിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നതിനാ പ്ലേസ്മെന്റ് എന്ന് പറയും. എന്നാൽ എന്താണ് ഓറിയന്റേഷൻ? ഓറിയന്റേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് the selected employee to all the other employees. മറ്റ് എംപ്ലോയീസിനെ എല്ലാം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പരിചയപ്പെടുത്തുക. ആൻഡ് ഓൾസോ ദി ഇൻട്രൊഡ്യൂസിങ് ദ ഓർഗനൈസേഷൻ ഓൾസോ. ഓർഗനൈസേഷനെ കുറിച്ചും ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. എന്താണ് ഓർഗനൈസേഷൻ? ആ ഓർഗനൈസേഷനിൽ എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അത് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു, അങ്ങനെയുള്ള ആ സ്ഥാപനത്തെ കുറിച്ചുള്ള മൊത്തം വിവരങ്ങൾ, അവിടുത്തെ സ്റ്റാഫിനെ പരിചയപ്പെടുത്തി. ഇതാണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ. നെക്സ്റ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഇനി അപ്പോയിന്റ് ചെയ്തു, അവരെ പരിചയപ്പെടുത്തി, അവരെ ജോലി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്താ ചെയ്യുന്നത്? അവർക്ക് ട്രെയിനിങ്, പരിശീലനം കൊടുക്കുന്നു. എന്തിനു വേണ്ടിയാ? അവർക്ക് ഹയർ ജോബിന് വേണ്ടി. അതുപോലെ ഡെവലപ്മെന്റും ഓവറോൾ അച്ചീവ്മെന്റ്, അതാണ് എന്ത്? ഡെവലപ്മെന്റ്. അപ്പൊ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും കൊടുക്കും. നെക്സ്റ്റ് പെർഫോമൻസ് അപ്രൈസൽ. ഇനി ട്രെയിനിങ് കൊടുത്തു, അവർക്ക് ഡെവലപ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരുടെ പെർഫോമൻസിനെ ചെക്കിംഗ് ദ പെർഫോമൻസ് ഓഫ് ദ വർക്കേഴ്സ്, ദാറ്റ് ഈസ് പെർഫോമൻസ് അപ്രൈസൽ. അപ്പൊ ചെക്കിംഗ് ദ പെർഫോമൻസ് ഓഫ് ദ വർക്ക്, ദാറ്റ് ഈസ് പെർഫോമൻസ്. ഇനി അവരുടെ വർക്കിനെ നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. അടുത്ത പ്രോസസ്. സെവൻത് പ്രോസസ് എന്താണ്? പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്. ഇനി അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തി കഴിഞ്ഞാൽ അടുത്ത എന്താ? പ്രൊമോഷൻ കൊടുക്കുന്നു. അവരുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ എന്ത് ചെയ്യും? പ്രൊമോട്ട് ചെയ്യും. എന്താണ് പ്രൊമോഷൻ? ദ ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു എ ഹയർ ജോബ്. ഒരു നിൽക്കുന്ന പൊസിഷനിൽ നിന്നും ഒരു ഹയർ ജോബിലേക്ക് അവർക്ക് പോസ്റ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ഷിഫ്റ്റ് ആക്കുകയാണെങ്കിൽ എന്ത് പറയും? പ്രൊമോഷൻ എന്ന് പറയും. ഈ പ്രൊമോഷന്റെ പ്രത്യേകത എന്താ? ഇവിടെ സ്റ്റാറ്റസ്, അവരുടെ സാലറി, ഇൻസെന്റീവ്, എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഒരു ഉയർച്ചയുണ്ടാവും. അതാണ് പ്രൊമോഷൻ. ആൻഡ് കരിയർ പ്ലാനിങ്. അവരുടെ ജോലിയെ അവരെന്ത് ചെയ്യും? പ്ലാൻ ചെയ്യും.
കരിയർ പ്ലാനിങ് നടത്തുന്നു. ലാസ്റ്റ് കോമ്പൻസേഷൻ ആണ്. എന്താണ് കോമ്പൻസേഷൻ? വേതനം കൊടുക്കുക. അവർ ചെയ്യുന്ന ജോലിക്ക് കൊടുക്കുന്ന ക്യാഷ് പേയ്മെന്റ്സ് എല്ലാം എന്താണ്? കോമ്പൻസേഷൻ ആണ്. സാലറി, വേജ്, ബോണസ്, കമ്മീഷൻ, ഇൻസെന്റീവ്സ് എല്ലാം എന്താണ്? കോമ്പൻസേഷൻ ആണ്. കോമ്പൻസേഷൻ രണ്ടു തരത്തിൽ കൊടുക്കാം. ടൈമിന്റെ അടിസ്ഥാനത്തിലും പ്രോഡക്റ്റിന്റെ അടിസ്ഥാനത്തിലും. അതായത് ടൈം ബേസ്ഡ് സിസ്റ്റവും പീസ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയും. അതായത് ടൈമിന്റെ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നോ അതിന്റെ അടിസ്ഥാനത്തിൽ സാലറി കൊടുക്കുകയാണെങ്കിൽ ടൈം ബേസ്ഡ് സിസ്റ്റം. പീസ് വേജ് എത്ര പ്രൊഡ്യൂസ് ചെയ്തു, എത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു അതിന്റെ ബേസിലാണ് എന്ത് പറയും? പീസ് വേജ് സിസ്റ്റം. അങ്ങനെ രണ്ട് തരത്തിലാണ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. അപ്പൊ നമ്മള് പഠിച്ചത് എന്തൊക്കെയാണ്? സ്റ്റാഫിംഗ് പ്രോസസ് ആണ്. എന്തൊക്കെയാണ് സ്റ്റാഫിംഗ് പ്രോസസ്? നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് വൺ, എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെന്റ്സ്. ആ സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള മാൻ പവർ എത്രയാണോ, അത് എത്ര ആൾക്കാരെ വേണം, ഏത് തരത്തിലുള്ള ആൾക്കാരെ വേണം, അതാണ് മാൻ പവർ റിക്വയർമെന്റ്സ്. നെക്സ്റ്റ്, റിക്രൂട്ട്മെന്റ്, സെർച്ചിങ് ഫോർ ക്വാളിഫൈഡ് എംപ്ലോയീസ് ഓർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്. നെക്സ്റ്റ്, സെലക്ഷൻ, ചൂസിങ് ദ റൈറ്റ് പേഴ്സൺ ഫോർ ദ ജോബ്, സ്പെസിഫൈഡ് ഓർ റിക്വയർഡ് ജോബ്. നമുക്ക് ആവശ്യമുള്ള, നമ്മൾ പറയുന്ന ജോലിയിലേക്ക് ആവശ്യമുള്ള യഥാർത്ഥ ആളിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് എന്ത് പറയും? ചൂസ് ചെയ്യുന്നതിനാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി സെലക്ട് ചെയ്യുന്ന അപ്പോയിന്റ്മെന്റ്, പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ. അപ്പോയിന്റിംഗ് ദ പൊസിഷൻ, ദ പേഴ്സൺ ഇൻ ആൻ ഓർഗനൈസേഷൻ, ദാറ്റ് മീൻസ് പ്ലേസ്മെന്റ്. ആൻഡ് ഇൻട്രൊഡ്യൂസിംഗ് അതർ സ്റ്റാഫ് ആൻഡ് ദ ഓർഗനൈസേഷൻ ഈസ് ഓറിയന്റേഷൻ. നെക്സ്റ്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ട്രെയിനിങ്, increasing the skill and knowledge of an employee, and development, overall growth. Next, performance appraisal, evaluation of or checking the performance of the workers, that means performance appraisal. The promotion and career planning. Promotion means shifting of an employee from one job to a higher job, increasing the status and salary, and all the are changed. And compensation. Compensation means any payment given to the employee is called compensation. That means salary, commission, bonus, incentives, wages, all the payments are compensations. ഇതൊക്കെയാണ് സ്റ്റാഫിങ്ങിന്റെ പ്രോസസ്.